ഞാൻ വീണ്ടും ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. പള്ളിയിലേക്കാണ് പോകുന്നത്. എനിക്ക് മറ്റേ കോസ്റ്റ്യൂം ഇട്ട് പോകാൻ പറ്റില്ല. അത് അഴിച്ചുള്ളിലുണ്ടോ? ഇല്ല, അത് ഉള്ളിലുണ്ട്. അത് എനിക്ക് ഇത് കഴിച്ചിട്ട് വേണം ആ ഫോട്ടോഷൂട്ട് എടുക്കാൻ. ഭയങ്കര ടയേർഡായി. അവനെവിടെ അറിയില്ല. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചു. കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ജിത്തുവിനെ കാണാനില്ല, തെരയാണ്. അങ്ങനെ ഞങ്ങൾ ബസിലിക്ക ഓഫ് ബോം ജീസസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇതാണ് ബസിലിക്ക ഓഫ് ബോം ജീസസ്. കുറച്ച് ടൈറ്റ് സ്കെഡ്യൂളാണ്. ഇവർക്ക് 6:30-ക്കാണ് ട്രെയിൻ. ഇപ്പോൾ തന്നെ 4 മണിയായി. ഇവിടെ നിന്ന് 1 മണിക്കൂർ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് എക്സ്ട്രാ പ്ലാൻസ് കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളിലേക്ക് കയറാൻ എന്തായാലും സമയം ഉണ്ടാവില്ല. ക്യൂ ആണ്. പുറത്ത് മാത്രം കയറി ഇറങ്ങിയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചർച്ചിലൊക്കെ പോയി വന്നു. ഉള്ളിലേക്ക് കയറിയില്ല. ഇനിയിപ്പോൾ പോകുന്നത് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇവരുടെ ട്രെയിൻ 7 മണിക്കാണ്. ഞങ്ങൾക്ക് 12:00 രാത്രി. അപ്പോൾ ഞങ്ങൾ 7 മണിയാകുമ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഇവരെ കയറ്റി വിട്ട ശേഷം ഞങ്ങൾ അവിടെ ഇരിക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് ബാഗ് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇത്രയും 4 ദിവസമായിട്ട് ഗോവയിലുണ്ടെങ്കിൽ ഞങ്ങൾ സൺസെറ്റ് കണ്ടില്ല. നിയർ ബൈ എന്താ പറയുക, ബീച്ചിൻ്റെ അടുത്ത് തന്നെ റൂം എടുത്തപ്പോഴും നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ബീച്ചിൽ പോയിട്ട് സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ യാത്ര തുടങ്ങിയതുപോലെ തന്നെ അവസാനിക്കുന്നതും എവിടെയാണ്? ഒരു ബീച്ചിലാണ്. ഈ ബീച്ചിന്റെ പേരാണ് ബെനോലിം. അങ്ങനെയാണ് പറയുന്നത് വിചാരിക്കണം. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട്. സൺസെറ്റ് ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. 4 ദിവസം ഗോവയിൽ നിന്നിട്ട് ഒരു സൺസെറ്റ് പോലും കണ്ടിട്ടില്ല. സൺറൈസ് അതുകൊണ്ട് പോകുന്നതിന് മുന്നേ നമ്മൾ സൺസെറ്റും കൂടെ കാണാൻ പോകണം. ഫുള്ള് സർക്കിളായി. ഇനി ഇവിടുന്ന് നമുക്ക് മഡ്ഗാവിലേക്ക് പോകണം. ഇവരുടെ ട്രെയിൻ 6:50-നാണ്. 6:00-ക്ക് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് പോവാണ്. പക്ഷേ ടൈറ്റ് സ്കെഡ്യൂൾ ആയതുകൊണ്ട് കുറച്ച് നേരം നിൽക്കാൻ പറ്റില്ല. ഒരു 10-15 മിനിറ്റ് കൂടുതൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ഇനി ട്രാഫിക് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഗൈസ്, ഇതാണ് ബെനോലിം ബീച്ച്. ഇവിടെയാണ് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ പോകുന്നത്. ഒരു 27 എഴുതാൻ പറ്റാത്തത് കൊണ്ടുള്ള ഇഷ്ടമാണ്. സോ ഞങ്ങളുടെ സൺസെറ്റ് എന്തായാലും ഇവിടെ തന്നെ ആയിരിക്കും. എന്താണ് ചിക്കു, എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? ഓക്കെ. अच्छा है ना? हाँ, സോ സൺസെറ്റ് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന ജിത്തു
അച്ചു, അനഘ ഒരു 10 മിനിറ്റായി ഫോണും കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സൺസെറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ട് അച്ചുവിൻ്റെ ക്യാമറയിലാണ് അതെടുക്കുന്നത്, ചിത്തുവിൻ്റെ ഐഫോണിലും. യാത്ര ഇവിടെ കഴിയാണ്. സമയം 6:10. അവരുടെ ട്രെയിൻ കുറച്ച് നേരത്തെ എത്തുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം തിരിച്ചു. ഇനി ബാഗ് പാക്ക് ചെയ്തിട്ട് വണ്ടി കൊടുക്കണം, റിട്ടേൺ ചെയ്യണം. ഇവിടെ നിന്നൊരു 25 മിനിറ്റോളം ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ട്രാഫിക്കൊന്നും ഇല്ലാണ്ടിരുന്നാൽ നന്നായിരുന്നു. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഡ്രസ്സ് എവിടെയായിരുന്നു ഞങ്ങൾക്ക് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 30 മിനിറ്റോളം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 17 മിനിറ്റ്. അവരുടെ ട്രെയിൻ കുറച്ച് നേരെയാണ്. അനഘയുടെയും ചിത്തുവിൻ്റെയും വണ്ടി ഇതാ പോവാണ്. അവരതിനകത്തുണ്ട്. എവിടെ കണ്ടില്ല, വന്നില്ല. അവർ പോയി. ഇനി ഞങ്ങൾ AC വെയിറ്റിംഗ് ഹാളിലേക്ക് പോവാണ്. ഞങ്ങളുടെ ട്രെയിന് ഇനിയും ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. രാത്രി 12:30. ഞങ്ങൾ 2 മണിക്കൂർ ലോഞ്ചിലിരുന്നു. ഇനി ബാഗെല്ലാം കൊണ്ടുവച്ച് ക്ലോക്ക് റൂമിൽ കൊണ്ടുവച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോകും. 2 മണിക്കൂറിന് 2 പേർക്കും ടോട്ടൽ 200 രൂപ പ്ലസ് GST ആണ് വന്നത്. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ലോഞ്ചിൽ നിന്ന് 2 hours കഴിഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ ബാഗ്സൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചു. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്. സൗത്ത് ഇന്ത്യൻ എന്ന് കണ്ടപ്പോൾ കയറിയതാണ്. അപ്പോൾ അവൻ ഫ്രൈഡ് റൈസും ഞാനൊരു ഉണിയും ഊത്തപ്പമാണ് പറഞ്ഞത്. 2 കോഫിയും പറഞ്ഞിട്ടുണ്ട്. കഴിച്ചത് ഇവിടെ നിന്നാണ്. സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, അയോധ്യൻ്റെ അപ്പുറം ഉള്ളത്. ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങി, ഡിന്നർ കഴിച്ചിട്ട് ഇറങ്ങി. ഡിന്നർ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഞാൻ ഊത്തപ്പമാണ് കഴിച്ചത്, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ട്രെയിൻ 12:30-ക്കാണ്. പക്ഷെ ഡിലേ ആണെന്ന് കാണിക്കുന്നുണ്ട്. 1 hour 1:30 1:45 ആവുമെന്നൊക്കെ കാണിക്കുന്നുണ്ട്. മെസ്സേജ് ഒന്ന്. അപ്പോൾ അതുവരെ ഞങ്ങൾ ഇരിക്കണം റെയിൽവേ സ്റ്റേഷനിൽ. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കാണാത്തൊരു സംഭവം ഞാൻ അവിടെ കണ്ടു. ഇത് ഓൺലി ഫോർ വുമൺ. ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള വെയിറ്റിംഗ് ഏരിയ ആണ്. പുരുഷന്മാർക്കും കയറാൻ പറ്റില്ല. പിങ്ക് കളറായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെയാണ് ഞങ്ങൾ, ഈ ലോഞ്ചിലാണ് നമ്മൾ 2 മണിക്കൂർ ഇരുന്നത്. കുറച്ച് എക്സ്പെൻസീവാണ് ഫുഡ്, അതിലേക്കാളും എക്സ്പെൻസീവ്. അപ്പം അത്രയേ ഉള്ളൂ. ഇപ്പോൾ സമയം 1:50 ആവുന്നു. ഞങ്ങളുടെ ട്രെയിന് 12:30-ക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1:55-നാണ്. അപ്പം ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഡിലേ ആണ്. ഞങ്ങളൊരു 2 മണിക്കൂർ വീതം വെയിറ്റിംഗ് റൂമിലിരുന്നു. 100 വെച്ചിട്ട്. ബാക്കിയൊരു 3 hours പുറത്ത് സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പം ട്രെയിന് വരുന്നതാണ് അനൗൺസ് ചെയ്യണത്. അപ്പോൾ ട്രെയിൻ വന്നിട്ട് കാണാം. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. നല്ല ഉറക്കം വരുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ് ഞങ്ങളുടെ ട്രെയിൻ വരുന്നത്. B6
ആണ് കോച്ച്. ഫുൾ AC എക്സ്പ്രസ് ആണ്, B6 ആണ്. സോ ദിസ് ഈസ് മൈ സെക്കൻഡ് ടൈം ഇൻ ഗോവ. ഇനി തേർഡ് ടൈം ആരുടെ കൂടെയെന്ന് അറിയില്ല. ഫസ്റ്റ് ടൈം ഞാൻ മഞ്ജു ചേച്ചിയുടെ കൂടെ വന്ന്, സെക്കൻഡ് ടൈം ഇപ്പോൾ കസിൻസ് ട്രിപ്പ് പോലെ, തേർഡ് ടൈം ഇനി ആരുടെ കൂടെയെന്ന് അറിയില്ല. ഇപ്പം സമയം 2:02. ഇതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ B6. അങ്ങനെ ഇത്ര നേരം ഈ ട്രെയിനിൻ്റെ ഡിലേ കാരണമാണ് ഞങ്ങളിവിടെ ഇരിക്കേണ്ടി വന്നത്. ട്രെയിൻ വരികയാണ്. സോ ഗൈസ്, രാവിലെ 10 മണിയായി, ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ലേറ്റ് ആയതൊക്കെ അവർ ഓടിപ്പിടിച്ചിട്ടുണ്ട്. വെച്ചു കിടക്കുന്നുണ്ട്, അവരും എഴുതിയിട്ടിട്ടില്ല. ഇനി പോയിട്ട് പല്ല് തേക്കണം, ഫുഡ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. സോ ഗുഡ് മോർണിംഗ്. 1 അവർ ലേറ്റാണ്. ഇപ്പം കോഴിക്കോട് കഴിഞ്ഞു. ഞങ്ങൾ ഉഴുന്നോട് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു കോഫി വാങ്ങിച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. സോ ഉഴുന്നുവട, ചട്നി, കോഫി. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു കേടും പാപ്പടും വാങ്ങി. രണ്ടും കൂടെ കേടല്ല ദഹി, രണ്ടും കൂടെ 50 റുപ്പീസ്. ഗൈസ്, ഞങ്ങൾ പാലക്കാട് എത്താൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. എന്നാലും ഉഴുന്നോടെ മാത്രമാണ് കഴിച്ചത്. കോഫി ഒന്നുമില്ല. ഞങ്ങളങ്ങനെ പാലക്കാട് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം വീട്ടിലേക്ക് പോവാണ്. ബസ്സിനാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നാടെത്തിയിരിക്കുകയാണ്. പെട്ടിയും തൂക്കിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. സോ ഞങ്ങളുടെ ഗോവൻ യാത്ര ഇവിടെ തീരുകയാണ്. അവർ രണ്ടുപേരും നേരത്തെ തന്നെ അവരുടെ നാട്ടിലെത്തി. ഉച്ചയാകുമ്പോഴത്തേക്കും രാവിലെ തന്നെ അവരുടെ നാട്ടിലെത്തി, മുംബൈയിലെത്തി. ഞങ്ങളുടെ ട്രെയിൻ ലേറ്റായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ ഓട്ടോയും കിട്ടിയില്ല. അപ്പോൾ പെട്ടി ചുമന്ന് നടക്കേണ്ട അവസ്ഥയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ പറയൂ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ 5 ദിവസത്തെ ഗോവൻ ട്രിപ്പ് ഇവിടെ കഴിയുകയാണ്. ഇനി അടുത്ത യാത്രയുടെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.